ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അപൂർവ ഇനം ഫാൽക്കൺ പക്ഷിയെ പരിക്കേറ്റ നിലയിൽ മലപ്പുറം കോട്ടപ്പടിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തി. വർഷങ്ങൾക്കു ശേഷമാണ് ഇത്തരം പക്ഷിയെ കാണുന്നത്. പരിക്കേറ്റ പക്ഷിയെ പ്രഥമ ശുശ്രൂഷ നൽകി സംരക്ഷിക്കുകയാണ് രക്ഷകർ. അപൂർവ ഇനം ഫാൽക്കണിനെ വീട്ടുമുറ്റത്ത് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മുസ്തഫ, പ്രശസ്ത ഫാൽക്കൺ ഗവേഷകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുബൈർ മേടമ്മലിനെ വിവരമറിയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പക്ഷിയെ എത്തിച്ചു. ഒക്ടോബർ, മാർച്ച് മാസങ്ങളിൽ ഫാൽക്കണുകളുടെ ദേശാടനം നടക്കാറുണ്ടെന്നും അക്കൂട്ടത്തിൽ മലപ്പുറത്ത് എത്തിയതായിരിക്കും ഈ പക്ഷിയെന്നും ഡോക്ടർ സുബൈർ പറഞ്ഞു. ഇതിനു മുൻപ് 2013 നെല്ലിയാമ്പതിയിലും 1991 സൈലന്റ് വാലിയിലെ നീൽക്കൽ ഡാം സൈറ്റിലും പെരിഗ്രീൻ ഫാൽക്കണെ സുബൈർ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഷഹീൻ അഥവാ പെരിഗ്രീൻ ഫാൽക്കണുകളാണ്. വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന ഫാൽക്കണുകളെ ദക്ഷിണേന്ത്യയിൽ അപൂർവമായാണ് കാണപ്പെടുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഷഹീൻ ഫാൽക്കണുകൾ വനനശീകരണവും മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ സുബൈർ മേടമ്മൽ കൂട്ടിച്ചേർത്തു. 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെരിഗ്രീൻ ഫാൽക്കണിനെ പ്രഥമ ശുശ്രൂഷ നൽകി ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുകയാണ് സുബൈർ. പൂർവ്വ ആരോഗ്യവാനായി പറക്കാൻ കഴിയുമ്പോൾ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡോക്ടർ സുബൈർ മേടമ്മൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കോഴിക്കോട് ലിങ്ക് റോഡിലെ ശ്രീ കിളിപ്പറമ്പ് കാവിനെ